നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ ഒരു ഭാഗമാണ്. ഇത് മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു പ്രസിദ്ധമായ പ്രസംഗത്തിലെ ആദ്യ വരികളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കവിതയല്ല, മറിച്ചൊരു നാടകത്തിലെ സംഭാഷണമാണ്. അപ്പോൾ ഈ ഒരു കവിത പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ജൂലിയസ് സീസറുടെ കഥ എന്ന് നമ്മൾ അറിയണം. റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ സൈനിക തലവനായിരുന്നു ജൂലിയസ് സീസർ. മൂന്നാളുകൾ ഒന്നിച്ചാണ് അന്ന് റോമിൻ്റെ ഭരണം നടത്തിയിരുന്നത്. ഒന്നാമത്തെ ആൾ ജൂലിയസ് സീസർ, രണ്ടാമത്തെ ആൾ പോംബെ, അതേപോലെ തന്നെ ക്രാസസ്. ഈ മൂന്ന് പേരും കൂടിയാണ് റോമ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. മൂന്ന് സൈനിക തലവന്മാരായിരുന്നു ഇവർ. അതിൽ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് സീസറായിരുന്നു ധീരൻ. അതുകൊണ്ട് തന്നെ സീസർക്ക് ലോകം കീഴടക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വളരെ വലിയ ഒരു സൈന്യം ശേഖരിച്ച് സീസർ യൂറോപ്പിലേക്ക് ആക്രമിച്ച് കയറി യൂറോപ്പും ഇംഗ്ലണ്ടൊക്കെ കീഴടക്കി. അങ്ങനെ സീസർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, തന്നെ താൻ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചാൽ എന്താന്ന്. അങ്ങനെ റോമ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായിട്ട് സീസർ വരികയാണ്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് മാറാൻ പറ്റില്ല. കാരണം ഗ്രീസിലും റോമിലൊക്കെ കുറേ വർഷം ജനാധിപത്യ രീതിയിലായിരുന്നു ഭരണം. അപ്പോൾ സീസറുടെ കാലഘട്ടത്തിലാണ് ചക്രവർത്തി എന്ന് പറഞ്ഞൊരു പദം തന്നെ ഉണ്ടായിട്ട്. അതിനു മുമ്പ് രാജാവും ചക്രവർത്തിയും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനാധിപത്യ രീതിയിൽ അവിടെ വോട്ട് ചെയ്യുന്ന സെനറ്റ് ഉണ്ട്. ആ സെനറ്റിലെ മെമ്പേഴ്സിന് സീസറിനെ അനുകൂലിക്കാനും വയ്യ, എതിർക്കാനും വയ്യാത്തൊരവസ്ഥയായി. കാരണം സീസറുടെ കോപത്തിനിരയായി കഴിഞ്ഞാൽ പാർലമെൻറ്റ് കൂടി ഇല്ലാതാവുന്ന അവസ്ഥ വന്നപ്പോൾ അവർക്കിടയിൽ തന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. കുറച്ച് ആൾക്കാർ സീസറിനെ അനുകൂലിക്കുന്ന ആൾക്കാരും കുറച്ച് ആൾക്കാർ സീസറെ എതിർക്കുന്ന ആൾക്കാരും. എതിർക്കുന്നവരുടെ നേതാവായിരുന്നു കാഷ്യസ്. അപ്പോൾ കാഷ്യസ് വളരെ ബുദ്ധിമാനാണ്. അയാൾക്ക് പണ്ടേ സീസറോട് വിരോധമുള്ള ഒരാളാണ്. അങ്ങനെ കാഷ്യസിൻ്റെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ബ്രൂട്ടസ് എന്നൊരു സേനാനായകൻ, അതിധീരനും ശക്തനുമായിട്ടുള്ള ബ്രൂട്ടസ്. ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, എല്ലാവരും ബ്രൂട്ടസിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ സീസർ ഇങ്ങനെ ചക്രവർത്തിയാകുന്നതിൽ ബ്രൂട്ടസിനും തെറ്റൊന്നും കണ്ടില്ല. പക്ഷേ ബ്രൂട്ടസിനെ കയ്യിലെടുത്ത ജനങ്ങൾ കൂടുതൽ പേരും തങ്ങളെ പിന്തുണയ്ക്കുന്ന കാഷ്യസ് കണക്കൂട്ടി. അങ്ങനെ സീസറിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തണമെങ്കിൽ ബ്രൂട്ടസിനെ വശത്താക്കണമെന്ന് ഇവർ തീരുമാനിച്ചു. ബ്രൂട്ടസിനെ വശത്താക്കാനായിട്ട് പല സൂത്രങ്ങളും കാഷ്യസ് പ്രയോഗിച്ചു. അങ്ങനെ ഈ കാഷ്യസിൻ്റെ ഓരോ വാദങ്ങൾ കേട്ടപ്പോൾ ബ്രൂട്ടസിനും തോന്നി സീസർ ചക്രവർത്തിയായി കഴിഞ്ഞാൽ ഏകാധിപത്യം വരും, ജനാധിപത്യ വ്യവസ്ഥ അവസാനിക്കുന്നൊക്കെ തോന്നി. അപ്പോൾ എപ്പോഴും ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ബ്രൂട്ടസ്. അതുകൊണ്ട് തന്നെ സീസർ ചക്രവർത്തിയാകാൻ പാടില്ല എന്ന് ബ്രൂട്ടസും കരുതി. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രേരണയും ഒരു ആദർശവാദം ഉള്ളതുകൊണ്ട് അങ്ങനെ സീസർക്ക് എതിരായിട്ട് ബ്രൂട്ടസ് കാഷ്യസിൻ്റെ കൂടെ ചേരുകയാണ്. ഈ ഒരു ഗൂഢാലോചനയിലൊക്കെ പങ്കാളിയായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഫെബ്രുവരി 15 റോമിൽ ഒരു ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഒരു ഉത്സവ ആഘോഷത്തിനിടയിൽ ആർട്ടിമിഡോറസ് എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യ രഹസ്യമായിട്ട് സീസറോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മാർച്ച് 15 കരുതിയിരിക്കാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആത്മവിശ്വാസം നിറഞ്ഞ പോരെങ്കിൽ അല്പം അഹങ്കാരം തോന്നിയ സീസർ എന്ത് ചെയ്തു, അത് പുഞ്ചിരിയോടെ തള്ളിക്കളയാണ്. കാഷ്യസ് ഗൂഢാലോചന നടത്തുമെന്ന് സീസർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. സീസറുടെ ഭാര്യയായുള്ള കൽപൂർണിയയും അതിദാരുണമായുള്ളൊരു ദുസ്വപ്നം കാണുന്നുണ്ട്. ഇത്ര നിമിത്തങ്ങൾ വിശ്വാസമുള്ളതുകൊണ്ട് കൽപൂർണിയ സീസറുടെ കാല പിടിച്ച് പറയുന്നുണ്ട്, പാർലമെന്റിലേക്ക് പോകരുത്, എന്തോ അപകടം കാത്തിരിക്കുന്നുണ്ടെന്ന് കൽപൂർണിയം പറയുന്നുണ്ട്. പക്ഷേ സീസർ അതൊന്നും ചെവി കൊണ്ടില്ല. ധൈര്യത്തിൻ്റെയും സ്ഥിരതയുടെയും പര്യായമുള്ള സീസർ പറയുകയാണെങ്കിൽ ഞാനൊരു ഭീരുവല്ല, ഇത്തരം സ്വപ്നങ്ങൾക്ക് സീസറെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീസർ പാർലമെന്റിലേക്ക് പോവുകയാണ്. കൂടെ സ്നേഹിതന്മാരും സേവകന്മാരും ആരാധകന്മാരൊക്കെ കൂടി മാർക്ക് ആൻ്റണിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ആഘോഷമായിട്ട് പോവുകയാണ്. അപ്പോൾ ബ്രൂട്ടസിനെ പോലെ തന്നെ വിശ്വസ്തനും ആത്മസുഹൃത്തുമാണ് മാർക്ക് ആൻ്റണി. അപ്പോൾ സീസർക്ക് 2 വലങ്കൈകളുള്ള, ഒന്ന് ബ്രൂട്ടസും ഒന്ന് മാർക്ക് ആൻ്റണിയും. അതിൽ ബ്രൂട്ടസ് ഇപ്പോൾ പതിയെ സീസർക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അത് സീസർ തിരിച്ചറിഞ്ഞിട്ടില്ല. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുറ്റത്ത് സീസറെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ സീസർ ചക്രവർത്തിയാവാൻ വേണ്ടി പോവാണ്, അയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആൾക്കാർ അവസാന തീരുമാനമായിട്ടാണ് വന്നുള്ളത്. കാരണം അവരെന്തിനും തയ്യാറായിട്ടാണ് വന്നുള്ളത്. അപ്പോൾ സീസറുടെ മുന്നിൽ ഇവരുടെ ഒരു അപേക്ഷയും വില പോവില്ല എന്ന് കണ്ടപ്പോൾ സീസറുടെ മുന്നിൽ മുട്ടുകുത്തിയെന്ന് ഓരോരുത്തരും വാദിച്ചു നോക്കി. പക്ഷേ അവരുടെ വാക്കുകൾക്കൊന്നും സീസർ വില കൽപ്പിച്ചില്ല. സീസർ മുന്നോട്ട് പോകണം. അപ്പോൾ കാസ്ക പതുക്കെ പിന്നിലേക്ക് വലിഞ്ഞു. വസ്ത്രത്തിനുള്ളിൽ നിന്ന് കത്തിയെടുത്ത് സീസറെ പിന്നിൽ നിന്ന് ആഞ്ഞു കുത്തി. രണ്ടാമത്തെ കുത്ത് കാഷ്യസിൻ്റേതായിരുന്നു. അപ്പോൾ സീസർ തിരിഞ്ഞു നോക്കി. ഊരിപ്പിടിച്ച കത്തികളാണ് ചുറ്റും, ശബ്ദം പൊങ്ങുന്നില്ല. എന്നിട്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴായിരുന്നു ഏറ്റവും വിശ്വസ്തനായ ബ്രൂട്ടസിൻ്റെ കത്തി കൊണ്ട് സീസറുടെ ശരീരത്തിൽ തറഞ്ഞു കയറിയത്. അതൊരിക്കലും സീസർ പ്രതീക്ഷിച്ചിരുന്നില്ല. വേദന കടിച്ചമർത്തിക്കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ സീസർ ചോദിച്ചു, ബ്രൂട്ടസേ നീയുമുണ്ടോ ഇതിൽ? അതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഡയലോഗ്, യു ടു ബ്രൂട്ടസ് എന്ന് പറയുന്നത് അല്ലേ. അത്രയും ആളുകൾക്കിടയിൽ നിന്ന് വിശ്വസ്തനായുള്ള ബ്രൂട്ടസ് നീ അവരുടെ കൂടെ കൂടിയോ എന്നുള്ളൊരു ചോദ്യം. ഈ ഒരു ചോദ്യമാണ് ജൂലിയസ് സീസർ അവസാനം ചോദിക്കുന്നത്. എന്നിട്ട് ജൂലിയസ് സീസർ അവിടെ മരണപ്പെടുകയാണ്. അങ്ങനെ ഗൂഢാലോചനക്കാർ സീസറുടെ മൃതശരീരം പൊക്കിയെടുത്ത് നിയമസഭയുടെ മുന്നിൽ വരാന്തയിൽ ഇങ്ങനെ കിടത്തി. എന്നിട്ട് ബ്രൂട്ടസ് പറയണം, മറ്റൊരു യാതൊരു പോംവഴിയുമില്ല, സീസറെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വന്നു.
പിന്നീട് അരമണിക്കൂർ നേരം ബ്രൂട്ടസ് ജനങ്ങളോട് വിവരിച്ചു കൊടുക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ മഹത്വം, അത് സംരക്ഷിക്കേണ്ട ബാധ്യത. സീസർ ജനാധിപത്യത്തെ വകവെച്ചില്ല, ജനങ്ങൾക്ക് വേണ്ടി സീസറെ ഞങ്ങൾ കൊല്ലേണ്ടി വന്നു തുടങ്ങി സീസർക്കെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങൾ പറയുകയാണ്. അപ്പോൾ സീസറിൻ്റെ ഏകാധിപത്യ രീതിയെ പറ്റിയിട്ടും അതിമോഹങ്ങളെ പറ്റിയിട്ടും ആർഭാട ജീവിതത്തെ പറ്റിയിട്ടും ഓരോരുത്തരുമായിട്ട് മറ്റുള്ളവരും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ ആൻ്റണി ഞെട്ടിപ്പോയി. അങ്ങനെ സീസറെ കാണാൻ വേണ്ടി അദ്ദേഹം ഓടി വരികയാണ്. അവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് സീസർ. അപ്പോൾ സീസറുടെ കൊലപാതകം കഴിഞ്ഞു. സീസറെ പറ്റി വളരെ മോശമായ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചാരണം നടത്തിക്കൊണ്ട് തന്നെ കൈയടിച്ച് അർശാരവം മുഴക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ബ്രൂട്ടസൊക്കെ മറ്റുള്ളവരൊക്കെ തല ഉയർത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ആൻ്റണി പറഞ്ഞത്, എനിക്കും ഒരു ചരമപ്രസംഗം നടത്താനുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ചരമപ്രസംഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറയുന്നത്. ആ പ്രസംഗത്തിൻ്റെ ഒരു ആദ്യ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആൻ്റണി വിദഗ്ധമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. സീസറിൻ്റെ ഗുണഗണങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ട്, എന്നാൽ ബ്രൂട്ടസിനെയോ കേശസിനെയോ കുറ്റപ്പെടുത്താതെയാണ് ആൻ്റണി സംസാരിക്കുന്നത്. ഏറ്റവും വലിയ ജനക്ഷേമ തൽപരനായിരുന്നു സീസർ. നാം വലിയ തെറ്റാണ് ചെയ്തത്, ഘാതകന്മാരെ നാം വെറുതെ വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ശക്തമായ രീതിയിൽ ആൻ്റണി പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ ആ ഒരൊറ്റ പ്രസംഗത്തിൻ്റെ പേരിൽ ബ്രൂട്ടസിനെതിരെ തിരിഞ്ഞിട്ട് ആൻ്റണിയുടെ കീഴിൽ ഏതാനും സൈന്യങ്ങളും ബ്രൂട്ടസിൻ്റെ കീഴിൽ സൈന്യത്തിലെ മറ്റൊരു വിഭാഗം തമ്മിൽ ഏറ്റുമുട്ടി ബ്രൂട്ടസും കേശസും വധിക്കപ്പെട്ടു. പിന്നീട് ആ റോമാ സാമ്രാജ്യം ഭരിക്കുന്ന തിമൂർത്തികളിൽ ഒരാളായിട്ട് ആൻ്റണി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ജൂലിയസ് സീസറിൻ്റെ കഥ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ചരമപ്രസംഗം ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ നമുക്ക് തുടങ്ങാം. ഷേക്സ്പിയറുടെ മറ്റെല്ലാ നാടകത്തിലെ ലൈൻസ് പോലെ തന്നെയാണ് ഈ ഒരു ലൈനും എഴുതിയിട്ടുള്ളത് ബ്ലാങ്ക് വേഴ്സിനകത്താണ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് വെച്ചാൽ അൺറൈംഡ് ആയിരിക്കും. അൺറൈംഡ് എന്ന് വെച്ചാൽ റൈമിംഗ് സ്കീം ഒന്നും ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ അതിനകത്തൊരു മീറ്റർ ഉണ്ടായിരിക്കും. ഓരോ ലൈനകത്തും ഒരു പെൻറ്റാമീറ്റർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അയാംബിക് പെൻറ്റാമീറ്റർ എന്ന ഫോമിനകത്താണ് ഈ ഒരു ലൈൻസ് എഴുതിയിട്ടുള്ളത്. അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് വെച്ചാൽ അൺസ്ട്രെസ്ഡ് സിലബിൾ ഫോളോഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ എന്നാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ ലൈനെയും 5 മീറ്ററാക്കി തിരിച്ചതിന് ശേഷം റൈമിംഗ് ഇല്ലാതെ എഴുതിയിട്ടുള്ള വരികളാണ് ബ്ലാങ്ക് വേഴ്സ്. അപ്പോൾ നമുക്ക് മാർക്ക് ആൻ്റണിയുടെ ഈ ഒരു പ്രശസ്തമായ സ്പീച്ചിലേക്ക് കടക്കാം. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ലെൻഡ് മീ യുവർ ഇയേഴ്സ്. സുഹൃത്തുക്കളെ, റോമക്കാരെ, നാട്ടുകാരെ, നിങ്ങളുടെ ചെവി എനിക്ക് തരൂ എന്ന് പറയണം. അതായത് എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമെന്ന് പറയണം. ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ഞാനിവിടെ വന്നിട്ടുള്ളത് സീസറിനെ അടക്കം ചെയ്യാനാണ്. ബറി എന്ന് വെച്ചാൽ അടക്കം ചെയ്യാനാണ്, അല്ലാതെ അയാളെ സ്തുതിക്കാനല്ല. ദ ഈവിൽ ദാറ്റ് മെൻ ഡു ലൈവ്സ് ആഫ്റ്റർ ദം. മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അവരുടെ മരണശേഷം അതിവിടെ തുടരും എന്നാണ് പറയുന്നത്. അതായത് ചെയ്ത തെറ്റുകൾ ആളുകൾ ഓർത്തിരിക്കുന്ന പറയുന്നു. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്. ഓഫ് എന്ന് വെച്ചാൽ ഓഫൺ. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻഡേർഡ് വിത്ത് ദെയർ ബോൺസ്. പക്ഷെ നന്മ പലപ്പോഴും അവരുടെ അസ്ഥികളോടൊപ്പം കുഴിച്ചു മൂടുന്ന പറയുന്നത്. ഇൻഡേർഡ് എന്ന് വെച്ചാൽ കുഴിച്ചു മൂടുക, അല്ലേ? അവരുടെ അസ്ഥികളോട് കൂടിയിട്ട് ആ ഒരു നന്മകൾ, അവർ ചെയ്ത കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സീസർ അവിടെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നു പോയിട്ടുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. ആൾ ചെയ്ത തെറ്റുകൾ മാത്രമേ ആളുകളുടെ മനസ്സിലുള്ളൂ എന്ന് പറയാതെ പറയണം. സീസറുടെ കൊലപാതകത്തിന് ശേഷം ബ്രൂട്ടസ് ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ സീസർ ചതിയനാണെന്നും ജനങ്ങൾക്ക് വേണ്ടി സീസറെ കൊല്ലേണ്ടി വന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം വരുന്നത്. അപ്പോൾ എല്ലാവരും എതിർപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ആ ജനങ്ങളിലേക്ക് സീസറുടെ നല്ല കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയാണ് മാർക്ക് ആൻ്റണി ശ്രമിക്കുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അപ്പോൾ സീസറിൻ്റെ കാര്യത്തിലും അങ്ങനെ ആകട്ടെ എന്ന് പറയാണ്. എന്ന് വെച്ചാൽ സീസർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നു പോയിട്ടുണ്ട്, ചെയ്ത തെറ്റുകൾ മാത്രമേ മനസ്സിലുള്ളൂ എന്ന് പറയണം. ദ നോബിൾ ബ്രൂട്ടസ് ഹാത്ത് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. മാർക്ക് ആൻ്റണി ബ്രൂട്ടസിനെ അഭിസംബോധന ചെയ്യുന്നത് നോബിൾ ബ്രൂട്ടസ് എന്നാണ്, മാന്യനായുള്ള ബ്രൂട്ടസ് എന്നാണ്. എന്നിട്ട് പറയാണ് ഹാത്ത് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. ഇവിടെ ഹാത്ത് എന്ന് പറയുന്നത് പഴയകാല യൂസേജ് ആണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഹാത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോബിൾ ബ്രൂട്ടസ് ഹാസ് ടോൾഡ് യു, നോബിൾ ആയിട്ടുള്ള ബ്രൂട്ടസ് പറഞ്ഞു നിങ്ങളോട് എന്താണ്, സീസർ വാസ് അംബീഷ്യസ്. സീസർ അതിമോഹിയാണെന്ന് നോബിൾ ആയിട്ടുള്ള ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇഫ് ഇറ്റ് വേർ സോ, ഇനി അങ്ങനെയാണെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫാൾട്ട്, അത് തികച്ചും എന്താണ്, ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ സീസറിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാമെന്ന്. അല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മഹാനായുള്ള ബ്രൂട്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് ശരിക്കും എന്താണ്, ഇവരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനായിട്ട് ഡബിൾ മീനിങ്ങിൽ അവതരിപ്പിക്കുകയാണ്. ഡബിൾ മീനിങ് എന്ന് വെച്ചാൽ ഒരു വെർബൽ ഐറണി പോലെ, ഒന്ന് പറയും മറ്റൊന്ന് ഉദ്ദേശിക്കുന്ന പോലെ, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ മഹാനായുള്ള ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു സീസർ വളരെ അതിമോഹിയാണെന്ന്. അത് അങ്ങനെയാണെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫാൾട്ട്, അത് തികച്ചും എന്താണ്, ഗുരുതരമായുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഗ്രീവിയസ്ലി, വളരെ വിഷമത്തോട് കൂടിയിട്ട് ഹാത്ത് സീസർ ആൻസർ
ആൻസേർഡ് ഇറ്റ്. സീസർ അതിനുള്ള ഉത്തരം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? സീസർ മരണപ്പെട്ടിട്ടുണ്ട്, സീസർ ചെയ്ത തെറ്റിന് സീസർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ ആരെ മനസ്സിലുമില്ല, സീസർ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമേ ആളുകളുടെ മനസ്സിലുള്ളൂ. പക്ഷേ സീസറിന് ആ ഒരു തെറ്റിൻ്റെ പേരിൽ ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായുള്ളത്. അതാരും മറന്നു പോയിട്ടില്ല എന്ന രീതിയിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് പതിയെ പതിയെ ഈ ബ്രൂട്ടസിനടക്കമുള്ള ആളുകളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ മാർക്ക് ആൻ്റണി ശ്രമിക്കുന്നത്. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. ഇവിടെ ബ്രൂട്ടസും മറ്റുള്ള അനുയായികളും മാർക്ക് ആൻ്റണിക്ക് സംസാരിക്കാനുള്ള ഒരു വേദി കൊടുക്കുന്നുണ്ട്, ഒരു ചരമപ്രസംഗം നടത്താനായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുന്ന രീതിയിൽ പറയാണ്. ഫോർ ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു മാന്യനായ വ്യക്തിയാണെന്ന് പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ ആർ ദേ ഓൾ ഹോണറബിൾ മെൻ. അപ്പോൾ എല്ലാവരും എന്താണ്? മാന്യന്മാരായുള്ള മനുഷ്യരാണ്, വ്യക്തികളാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ഇവിടെ മാന്യത എന്ന് പറയുന്ന ആളുകളാണ് കുറച്ചു മുമ്പ് സീസറിനെ പറ്റി വളരെ മോശമായ രീതിയിൽ ചതിയനാണ്, അല്ലെങ്കിൽ അദ്ദേഹം അംബിഷ്യസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ മാന്യതയുടെ മുഖമൂടി എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്കുകൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഹോണറബിൾ മെൻ എന്ന് പറയുന്നത്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. അപ്പോൾ ഈ സീസറുടെ ഈ ഒരു ഫ്യൂണറൽ എന്ന് വെച്ചാൽ ശവസംസ്കാര ചടങ്ങുകളാണ്. അപ്പോൾ ആ ചടങ്ങിൽ സംസാരിക്കാനായിട്ട് എനിക്ക് അനുമതി തന്ന ഈ ബ്രൂട്ടസിനും കൂട്ടാളികളും ഹോണറബിൾ ആണ്, അവർ മാന്യന്മാരാണെന്ന് പിന്നെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഇനിയാണ് ഓരോന്നായിട്ട് മാർക്ക് ആൻ്റണി പ്രതികരിക്കാൻ തുടങ്ങുന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. സീസർ എൻ്റെ സുഹൃത്തായിരുന്നു, എനിക്ക് ഏറ്റവും വിശ്വസ്തനും നീതിമാനുമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് അയാൾ അതിമോഹിയാണെന്നാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. എന്നിട്ട് പിന്നെ പറയുകയാണ് ബ്രൂട്ടസ് ഒരു മാന്യനായുള്ള മനുഷ്യനാണെന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അതായത് ബ്രൂട്ടസ് പറയുന്നത് സീസർ ഒരു അംബീഷ്യസ് ആയുള്ള വ്യക്തിയാണ്, അതിമോഹിയായുള്ള വ്യക്തിയാണെന്ന് പറയുന്നു. ഹി ഹാത്ത് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. ക്യാപ്റ്റീവ്സ് എന്ന് വെച്ചാൽ തടവുകാരാട്ടോ. അപ്പോൾ സീസർ ഒരുപാട് തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൂസ് റാൻസം. അപ്പോൾ ഈ തടവുകാരെ കൊണ്ടുവരുമ്പോൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണം കൊടുക്കും, മോചനദ്രവ്യം കൊടുക്കും, റാൻസം എന്ന് പറയാം. ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. കോഫേഴ്സ് എന്ന് വെച്ചാൽ പണപ്പെട്ടിയാണ്, അല്ലെങ്കിൽ ഖജനാവാണ്. അപ്പോൾ റോമിലെ ഖജനാവ് നിറച്ചത്, ഫില്ല് ചെയ്തത് ഇത്തരത്തിലുള്ള റാൻസം കൊണ്ടാണ്. റാൻസം എന്ന് വെച്ചാൽ മോചനദ്രവ്യം കൊണ്ടാണ്. അപ്പോൾ രാജ്യത്തിലേക്ക് ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്ന ഈ സീസറിനെയാണോ ബ്രൂട്ടസ് അംബീഷ്യസ് ആണെന്ന് പറയുന്നത്, അതിമോഹിയാണെന്ന് പറയുന്നത്? ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്. അപ്പോൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, ഇത്രയും ചെയ്ത സീസർ ഒരു അതിമോഹിയാണെന്ന് ചോദിക്കുകയാണ്. വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്. അപ്പോൾ ദരിദ്രരായുള്ള ആളുകൾ കരഞ്ഞപ്പോൾ സീസറും അവരുടെ കൂടെ കരഞ്ഞു എന്ന് പറയണം. അംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണസ് സ്റ്റഫ്. സാധാരണ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകൾ, അതിമോഹിയായുള്ള ആൾക്കാർ വളരെ കഠിനഹൃദയരായിട്ടുള്ള ആൾക്കാരും സ്ട്രോങ്ങർ ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും, അല്ലേ, സ്റ്റേണസ് സ്റ്റഫ് ആയിരിക്കും. പക്ഷേ ദരിദ്രർ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ നിന്ന് കരഞ്ഞ വളരെ മൃദുല ഹൃദയമുള്ള ഈ ഒരു സീസറിനെയാണോ നിങ്ങൾ അംബീഷ്യസ് എന്ന് വിളിക്കുന്നത് ചോദിക്കുകയാണ്. യെസ്, ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബീഷ്യസ്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നത് സീസർ അംബീഷ്യസ് ആണെന്നാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് എൻ ഓണറബിൾ മാൻ. പിന്നെയും ബ്രൂട്ടസിനെ കളിയാക്കുന്ന രീതിയിൽ പറയാണ്. ഇത്രയും പറഞ്ഞ ബ്രൂട്ടസ് എന്തുതന്നെയാണ്? ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണെന്നിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ, ഒരു ഐറണി രീതിയിൽ പറയണം. അപ്പോൾ ശരിക്കും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? സീസർ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ആ ഒരു മനുഷ്യനെയാണ് ബ്രൂട്ടസ് അതിമോഹിയാണെന്ന് വിളിച്ചത്. അപ്പോൾ ബ്രൂട്ടസിനെതിരെ സീസറുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ തൻ്റെ ഒപ്പം ചേർക്കാൻ ശ്രമിക്കുകയാണ് മാർക്ക് ആൻ്റണി ഇവിടെ ചെയ്യുന്നത്. പക്ഷേ നേരെ നോക്കുമ്പോൾ എന്താണ്? ബ്രൂട്ടസ് മഹാനാണെന്നുള്ള രീതിയിൽ ബ്രൂട്ടസിനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. പക്ഷേ വരികൾക്കിടയിലൂടെ നോക്കുമ്പോൾ അത് തിരിച്ചാണ് സംഭവിക്കുന്നത്. You all did see that on the Lupercal I thrice presented him a kingly crown. എന്നിട്ട് ഇവിടെ പറയാണ്, ലൂപ്പർക്കൽ എന്ന് വെച്ചാൽ ഫെബ്രുവരി 15 നടക്കുന്ന ഒരു ഉത്സവമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് സീസർ കൊല്ലപ്പെടാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഫെബ്രുവരി 15 എന്ന് പറഞ്ഞൊരു ഉത്സവം, ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് യു ഓൾ ഡിഡ് സി, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, ദാറ്റ് ഓൺ ദ ലൂപ്പർക്കാൾ, ആ ലൂപ്പർക്കാളിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ, ഐ ത്രൈസ് പ്രസൻറ്റഡ്, ഞാൻ 3 തവണ പ്രസൻറ്റ് ചെയ്തു, ഹിം എ കിങ്ലി ക്രൗൺ, ഞാൻ അദ്ദേഹത്തിന് 3 തവണ രാജകീയ കിരീടം സമ്മാനിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? വിച്ച് ഹി ഡിഡ് ട്രൈസ് റിഫ്യൂസ്. പക്ഷെ 3 തവണയും അദ്ദേഹം ആ കിരീടം നിരസിക്കുകയാണ് ചെയ്തത്. വാസ് ദിസ് അംബീഷൻ, ഇതാണോ നിങ്ങൾ പറഞ്ഞ അതിമോഹം എന്ന് പറയുന്നത്? യെറ്റ് ബ്രൂട്ടസ് സേസ്, എന്നിട്ടും ബ്രൂട്ടസ് പറയാണ് ഹി വാസ് അംബീഷ്യസ്, സീസർ അംബീഷ്യസ് എന്നാണ് പറയുന്നത്. ഇത്രയും 3 തവണ കിരീടം സമ്മാനിച്ചിട്ട് നിരസിച്ച ആ ഒരു വ്യക്തിയാണോ അംബീഷ്യസ് ആയുള്ളൊരു വ്യക്തി, അതിമോഹിയായുള്ളൊരു വ്യക്തി? ആൻഡ് ഷുവർ, എന്നിട്ട് പറയാണ് തീർച്ചയായിട്ടും ഹി ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ഒരു മാന്യനായുള്ള വ്യക്തിയാണെന്ന് പിന്നെയും കളിയാക്കുന്ന സ്വരത്തിൽ പറയണം. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ഐ സ്പോക്ക് നോട്ട് ടു ഡിസ്പ്രൂവ്, ഞാനിവിടെ ഡിസ്പ്രൂവ് ചെയ്യല്ല. ഡിസ്പ്രൂവ് എന്ന് വെച്ചാൽ തെറ്റാണെന്ന് തെളിയിക്കാൻ, അതായത് ബ്രൂട്ടസ് പറഞ്ഞത് ഞാൻ തെറ്റാണെന്ന് തെളിയിക്കുകയല്ല. പക്ഷേ ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ.
പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നതെന്നാണ് മാർക്ക് ആൻ്റണി പറയുന്നത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കോസ്. നിങ്ങളെല്ലാവരും ഒരിക്കൽ സീസറെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കാരണവുമില്ലാതെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് കോസ് വിത്ത് ഹോൾഡ്സ് യു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നൽകാതിരിക്കുന്നത്, വിത്ത് ഹോൾഡ് ചെയ്യുന്നത്? ദെൻ ടു മോൺ ഫോർ ഹിം. മോൺ എന്ന് വെച്ചാൽ വിലപിക്കുക, ഫോർ ഹിം അദ്ദേഹത്തിന് വേണ്ടി. സീസർ മരണപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് കാരണമാണെന്ന് പറയുന്നു. നിങ്ങൾ ഒരുപാട് തവണ സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ് ആ വീണ് കിടക്കുന്നത്, മരിച്ചു കിടക്കുന്നത്. ആ മനുഷ്യൻ്റെ മരണത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് വിലപിക്കുന്നില്ല, എന്ത് കാരണമാണെന്നാണ് ചോദിക്കുന്നത്. നിസ്സാരമായ ഒരു കാര്യമാണ് ബ്രൂട്ടസ് അയാളിൽ അടിച്ചേൽപ്പിച്ചത് എന്നാണ്, അദ്ദേഹം ഒരു അതിമോഹിയാണെന്ന്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം അതിമോഹിയല്ല. എന്നിട്ടും നിങ്ങൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ദുഃഖത്തിൽ വിലപിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ഹോ ജഡ്ജ്മെൻറ്റ് യു ആർ ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീറ്റ്സ്. ഹോ ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ആ വിധിയെ പറ്റി പറയുകയാണ് അല്ലേ. ആ വിധി എങ്ങനെയാണ്? ദോ ആർ ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീറ്റ്സ്. ദോ എന്ന് വെച്ചാൽ യു ആണ്, ആർ എന്ന് വെച്ചാൽ ആർ അല്ലേ. യു ആർ ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീറ്റ്സ്. നിങ്ങളൊക്കെ എന്താണ്, ക്രൂരമായിട്ടുള്ള മൃഗങ്ങളായി മാറി എന്ന് പറയുകയാണ്. ജനങ്ങൾ ക്രൂരമായിട്ടുള്ള മൃഗങ്ങളായിട്ട് മാറി. ആ മനുഷ്യനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന നിങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് ഒരാളുടെ വാക്ക് കേട്ട് നിങ്ങൾ ക്രൂരമായുള്ള മനുഷ്യനായിട്ട് മാറി. എന്ത് വിധിയാണിത്, എന്ത് ജഡ്ജ്മെൻ്റാണിത്, എന്ത് ന്യായവിധിയാണെന്ന് ചോദിക്കുകയാണ്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. നിങ്ങൾ മനുഷ്യർക്ക് ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. റീസൺ എന്ന് വെച്ചാൽ യുക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ബിയർ വിത്ത് മീ, എന്നോട് പൊറുക്കുമെന്ന് പറയാണ്. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ. എൻ്റെ ഹൃദയം ഈ ഒരു ശവപ്പെട്ടിയിലുണ്ട്. കോഫിൻ എന്ന് വെച്ചാൽ ശവപ്പെട്ടി. ദർ വിത്ത് സീസർ, ആരുടെ കൂടെ? സീസറിനൊപ്പം. എൻ്റെ ഹൃദയം സീസറിനൊപ്പം ഈ ഒരു ശവപ്പെട്ടിയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർക്ക് ആൻ്റണി സംസാരിക്കുകയാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ്, ഞാനിവിടെ നിർത്തുകയാണ്. ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ, തിരിച്ച് എന്നിലേക്ക് വരുന്നത് വരെ ഞാൻ എൻ്റെ ഈ ഒരു സംസാരം ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പിന്നീടും തൻ്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ആ ജനങ്ങളെ മുഴുവൻ തിരിച്ച് സീസറിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന ഈ ഒരു പ്രശസ്തമായ ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്ന് പറയുന്നത്.